അയ്യോ തീർന്നോ? വെള്ളം ചേർത്താണെന്ന് അറിയരുതേ ഭഗവാനെ. അമ്മുമ്മേ വന്നു. ഞാൻ വിചാരിച്ചു മരുന്നൊന്നും കഴിക്കാതെ ഇവിടെ കിടന്ന് ചത്തോട്ടെ എന്ന് നീ കരുതി കാണുമോന്ന്. ഓ എന്റെ അമ്മൂമ്മ കാശ് കയ്യില്ലാത്ത നേരെ ചാകണ കാര്യം മാത്രം പറയാതെ. അതെന്താടാ, ഞങ്ങള് ചത്ത ശവദാഹം നടത്താനുള്ള കാശ് പോലും ഇല്ലേ നിന്റെ കയ്യില്? ഉണ്ട്, നിലവറയ്ക്കകത്ത് പൂഴ്ത്തി വെച്ചിരിക്കല്ലേ. എന്റെ മക്കളെ അതിൽ നിന്ന് കുറച്ചെടുത്ത് ചെലവാക്കണം. കാലത്ത് തന്നെ എന്റെ കൺട്രോൾ കളയരുത്. ഇതോട് കഴിച്ചേ പിടിക്കും. എത്ര വലിയ തറവാട്ടി ജനിച്ചവളാ ഞാൻ. ചന്ദനമുട്ടി വെച്ച് ദഹിപ്പിക്കേണ്ട ദേഹമായി ഇത്. എന്നിട്ടിപ്പൊ പറയണത് കേട്ടില്ലേ? അമ്മൂമ്മേ കാലത്തേരുന്ന് ഫ്ലാഷ് ബാക്ക് പറയാതെ അത് അകത്താക്കാൻ നോക്ക്. എനിക്ക് ആണുങ്ങളുടെ വാടി പോകാനുള്ളതാ. പ്രേമേന്ദ്ര, എന്റെ ഗുളിക തീർന്നോ മക്കളെ? ഉണ്ടെങ്കിൽ 2 എണ്ണം കുടിഞ്ഞതാ. ഇത് പഞ്ചാര മിഠായി അല്ല വലിച്ചു വരി തിന്നാൻ. ഹോമിയോ മരുന്നാ. അച്ഛാ അച്ഛാ, ഇങ്ങനെ കിടന്ന് ഉറങ്ങരുന്ന് വൈദ്യുതി പറഞ്ഞിട്ടില്ലേ? പിന്നെ എങ്ങനെ കിടന്നുറങ്ങണമെന്ന് അയാൾ പറഞ്ഞത്? ഇത്രയും നേരം ഉറങ്ങിയതല്ലേ, ഇനി അല്പം റെസ്റ്റ് എടുത്തിട്ട് കിടന്നുറങ്ങാം. ഇതെനിക്ക് സാധാരണ തരുന്ന മരുന്നല്ലല്ലോടാ. അല്ല, ഇത് വയറിളക്കം നിക്കാനാ. എന്റെ അമ്മയെ, ആരാടാ എനിക്ക് വയറിളക്കമെന്ന് പറഞ്ഞത്? ഇളക്കം പോട്ട് ഒരു അനക്കം പോലും ഇല്ലാണ്ടിരിക്കുക. പിന്നെ ആർക്കാ ഇളകിയത്? പ്രേമചന്ദ്ര, അയ്യോ ഇളകിയത് എനിക്കാടാ. ഈ ഇളക്കവും വെച്ചോണ്ട് എന്തിനങ്ങനെ കറങ്ങി കിടക്കുന്നത്? അപ്പൂപ്പിന് ഒരു സ്ഥലത്ത് അടങ്ങി ഒതുങ്ങി ഇരുന്നൂടെ? അടങ്ങി ഒതുങ്ങി തന്നെയാടാ ഇത്രയും നേരം ഞാൻ കക്കൂസിനകത്ത് ഇരുന്നത്. ആ മരുന്ന് ഇങ്ങതാടാ. ഉണ്ടായിരുന്ന അച്ഛൻ കുടിച്ചു, ഞാൻ പോയി വേറെ മേടിച്ചോണ്ടിരാം. കൊണ്ടോറടങ്ങാൻ വേഗം വരണം. എന്നെ ഇവിടെ കണ്ടില്ലെങ്കിൽ ഞാൻ കക്കൂസിലെങ്ങാനും വീണ് കിടക്കണ്ടാവും. എന്ത് പറ്റി മുത്തശ്ശ? മുത്തശ്ശ, എന്താ എന്ത് പറ്റി? വലിക്കാൻ പറ്റുന്നില്ല. ഈ പണ്ടാറപ്പ് വലിച്ചില്ലെങ്കിൽ എന്താ? അതല്ല, ശ്വാസം വലിക്കാൻ പറ്റുന്നില്ല. നീ പോയിന്ന് വൈദ്യരെ വിളിച്ചോണ്ട് വാ. സാറേ ഞാൻ വെയിറ്റ് ചെയ്യണോ? താൻ വെയിറ്റ് ചെയ്യണ്ട, ഓട്ടോ വെയിറ്റ് ചെയ്താൽ മതി. ആരാ? ഈ ചെമ്പകശ്ശേരി വീട് തന്നെയല്ലേ? അതെ, എന്താ കാര്യം? ഞാൻ ബാബ ബ്രദേഴ്സിന്റെ മാനേജറാണെന്ന് വേണമെങ്കിൽ പറയാം, കാര്യസ്ഥനാണെന്നും പറയാം. ഇനി അടിയാളാണെന്ന് പറഞ്ഞാൽ യാതൊരു വിരോധമില്ല. ഏത് ബാബാ പ്രദേശത്തിന്റെ ഏത് മാനേജർ? കാര്യം എന്താണെന്ന് വെച്ചാൽ പറയണം. ഇവിടെ ഒരു കാർ ഉണ്ടായിരുന്നു, വിറ്റൂന്ന് കേട്ടു. അത് ഇപ്പോഴാണ് കേട്ടത്, വിറ്റിട്ട് കാലം കുറയായി. അതിന്റെ ഡ്രൈവർ ഫ്രീ ആണെങ്കിൽ ഒരു ജോലി ഞാൻ കൊടുക്കാം. അതിന് താൻ ബുദ്ധിമുട്ടൊന്നുമില്ല. കാറ് വാങ്ങിയതാ ഡ്രൈവർ തന്നെയാ. ശമ്പള കുടിശ്ശേ ഒരുപാടായപ്പോ ബാക്കി കാശ് ഇങ്ങോട്ട് വന്ന അയാൾ കാറും കൊണ്ടുപോയി. ഇപ്പൊ ടാക്സി ആയിട്ട് ഓടിക്കുക. അപ്പൊ അതും പോയി. അല്ല, എന്താ കാര്യം? ഒരു ഡ്രൈവറെ അത്യാവശ്യമായിട്ട് വേണമായിരുന്നു. നല്ല കുടുംബത്തിൽ നിന്ന ആളാവുമ്പോ ധൈര്യമായിട്ട് നിർത്താലോ എന്ന് കരുതി. വേറെ നോക്കാം. ഹലോ, ഒരു മിനിറ്റ് ഒന്നും വന്നേ. നമ്മളാരാന്നാ പറഞ്ഞേ? നമ്മളാരാണെന്ന് അറിയില്ല, ഞാൻ ഈശ്വരപിള്ള. അല്ല, ഈ ഡ്രൈവർ ജോലി എന്ന് പറയുമ്പോ സ്ഥിരമായിട്ടോ അതോ താൽക്കാലികമായിട്ടോ? തീരായിട്ട് വേണമെങ്കിൽ തലമുറയായി കൈമാറി ജോലി ചെയ്യാം. എന്ത് കിട്ടും? അസല് നല്ല കിട്ടും. അല്ല, ശമ്പളത്തിന്റെ കാര്യല്ലേ, നല്ല ശമ്പളം കിട്ടും. അതുകൊണ്ടൊരു കുടുംബത്തിന് സുഖമായിട്ട് കഴിയാം. ശമ്പളം കൃത്യമായിട്ട് കിട്ടൂലോ അല്ലേ? നല്ല കഥയായി. ശമ്പളം മാത്രമല്ല, വേറെ പലതും കിട്ടും. ഓ, ഒരാളുണ്ട്, നല്ല കുടുംബത്തിൽ ജനിച്ചയാളാ, ബികോം വരെ പഠിച്ചിട്ടുണ്ട്. അതാണ് പ്രശ്നം. അല്ല, 7ാം ക്ലാസ്സോ 8ാം ക്ലാസ്സോ ആണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. വലിയ വിദ്യാഭ്യാസമുള്ളവരും നല്ല കുടുംബത്തിൽ പറഞ്ഞവരും മുതലാളിമാർക്ക് ഇഷ്ടമല്ല. എങ്കിൽ ബികോം വരെ പഠിച്ചിട്ടുണ്ടോന്നൊന്നും പറയണ്ട. വല്ല 10ാം ക്ലാസ്സിൽ 3 4 കൊല്ലം തോറ്റാണെന്ന് പറഞ്ഞാൽ മതി. വലിയ കുടുംബത്തിലാണെന്നും പറയണ്ട. വല്ല ഓവർ ബ്രിഡ്ജിനടിയിലാണ് താമസം എന്ന് പറഞ്ഞോ. എങ്ങനെയെങ്കിലും ജോലി കിട്ടിയ ഉപകാരമായി. ആളാരാണെന്ന് പറഞ്ഞില്ലല്ലോ. ഈ ഞാൻ തന്നെ. ശ്രമിച്ചു നോക്കാം. മുതലാളിമാരെ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ബുദ്ധിമുട്ടാ. പ്ലീസ്, ഈ ജോലി എനിക്ക് തന്നെ വാങ്ങിത്തരണം. ഇവിടെ അത്രയ്ക്ക് ബുദ്ധിമുട്ടാ. എന്താടാ നിന്റെ പേര്? പ്രേമേന്ദ്രൻ. പ്രേമചന്ദ്രൻ. പേര് തന്നെ പശ കാണല്ലോടാ. കുറെ കൂടെ പ്രായമുള്ള ഒരുത്തനെ കൊണ്ടുവരാനല്ലേടോ തന്നോട് പറഞ്ഞേ? ഇവന് നല്ല പ്രായമുണ്ട്, കണ്ടാ തോന്നിക്കില്ല. പിന്നെ നല്ലൊരു കുടുംബത്തിൽ ജനിച്ചോനാ. ഓഹോ, എന്താണ് നിന്റെ കുടുംബ പേര്? അത് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല. അല്ലെങ്കിലും ഡ്രൈവർമാർക്ക് പ്രത്യേകിച്ച് കുടുംബ പേരിന്റെ ആവശ്യമില്ല. ഈശ്വരപിള്ളേ, ഓ പാടോ.
നല്ല പക്വതയും പ്രായമുള്ള ഒരുത്തിനെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് പ്രേമനസിനെ പോലെ ഒരുത്തിനെ അവിടെ കൊണ്ടുവന്നിരിക്കണേ. കാഴ്ചക്ക് പ്രേമനസരാണെങ്കിലും ഉള്ളില് ഭരതഗോപിയ. പ്രണയരോഗം ലവലേശയില്ല. നീ പറഞ്ഞുകൊണ്ട് നിർത്താം. ആ. എന്തെങ്കിലും വൃത്തികേട് അവൻ കാണിച്ചാൽ മുട്ടുകാലി ഞാൻ തല ഒടിക്കും. ഒടിച്ചോ? അവന്റെ 2 മുട്ടുകാലും മുതലാളിമാർക്കുള്ളതാ. അവന്റെ അല്ല, നിന്റെ മുട്ടുകാലിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞേ. മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ നിന്റെ കാല് ഞാൻ തല്ലി ഒടിക്കും. പ്രേമേന്ദ്രന്റെ പേരുള്ള പശക നീ പുറത്തെടുത്താലുണ്ടല്ലോ, അനിയമ്പാവയും ചേട്ടമ്പാവയും ആരാണെന്ന് നീ അറിയും. പ്രേമേന്ദ്രനെ പെട്ടെടുക്ക്. എനിക്ക് അപ്പോഴേ അറിയാം, ഞാനല്ല, ആ പെമ്പിള്ളേരാണ്. നിന്നെ ജോലിക്ക് എടുത്തു എന്നാ പറഞ്ഞത്. അവർക്ക് അങ്ങനെ പറയാനേ അറിയൂ. വാ, താമസം കാണിച്ചു തരാം. അയ്യോ, പിള്ളച്ചേട്ടാ, എനിക്ക് അമ്പലത്തിൽ പോണം. ഐശ്വര്യമായിട്ട് ജോലി തുടങ്ങിക്കോ. അമ്മൂട്ടി അമ്പലത്തിൽ കൊണ്ടാക്ക്. ഇത് ഞാൻ കൊണ്ടുവച്ചോളാം. ഡോറ് തുറന്നു കൊടുക്ക്. ഈ വേഷത്തിലാണോ അമ്പലത്തിൽ വരുന്നത്? എന്താ അമ്പലത്തിൽ കയറുന്നില്ലേ? ഏയ്, ഞാൻ അമ്പലത്തിലൊന്നും കയറാറില്ല. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണ്ടേ കേറാൻ? ഇവൻ ഭയങ്കര ഭക്തനാ അല്ലേ? അതെ, വേഷം ഞാൻ തരാം. വാ വാ വാ. ഈശ്വര വിശ്വാസം ഇല്ലെന്ന് മാത്രം അവളോട് പറഞ്ഞേക്കരുത്. എന്താ? പണി പോവും, വേറെ കുഴപ്പമൊന്നുമില്ല. അയ്യോ, ചേച്ചി ഇതുവരെ അമ്പലത്തിൽ പോയില്ലേ? ആ ഡ്രൈവർ വരാൻ കാത്തു നിൽക്ക്. അയ്യോ, കാറിലാണ് പോകുന്നത്. ചേച്ചി, എനിക്ക് കോളേജിൽ പോകാൻ നേരമായി. അമ്പലത്തിൽ കയറി ഒന്ന് തൊഴുതിട്ട് പോവാം. അമ്പലത്തിൽ കയറിയ കോളേജിൽ എത്തുമ്പോ ലേറ്റ് ആവും. ഇവിടെ അടുത്തല്ലേ അമ്പലം? എന്റെ പൊന്നു ചേച്ചിയല്ലേ, നടന്നു പോ പ്ലീസ്. ശരി. അളവ് കറക്റ്റ് ആണ്. ഇയാളെന്താ കല്യാണത്തിന് പോകുന്നോ? അമ്പലത്തില്? അമ്പലത്തിലേക്കല്ല, കോളേജിലേക്കാ പോണ്ടത്. ഈ കോലത്തിൽ ഇയാളെ കണ്ട പിന്നെ അത് മതി കുട്ടികൾക്ക് കളിയാക്കാൻ. നല്ല ചെത്ത് ഡ്രസ് വല്ലതും ഉണ്ടെങ്കിൽ എടുത്തിട്ടോണ്ട് വാ. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങട് വാ. ഇവള് കുറച്ച് മോഡേണാ. മോളെ, ഞങ്ങ അത്യാവശ്യമായിട്ടേ ഒരിടം വരെ പോണേണ്. അമ്മൂനൊരു കല്യാണാലോചനയുടെ കാര്യം പറഞ്ഞില്ലേ, ആ വീട്ടിൽ പറഞ്ഞ നേരത്തെ എത്തണം. മോളൊരു ഓട്ടോറിക്ഷ വിളിച്ചു പോക്കും. എന്താ അവന്റെ പേര് പറഞ്ഞത്? പ്രേമേന്ദ്രൻ. എടാ പ്രേമചന്ദ്ര, ഇത് ഞാൻ നിനക്ക് പറ്റിയ വേഷം. ഞാൻ കണ്ണടവിന് വെച്ചേ. ഇത് വെച്ചാൽ നിനക്കൊരു കാണാൻ പറ്റൂ. പുക പോലെ ഇത്തിരി കാണാം. വണ്ടി ഓടിക്കാൻ. ഓ, അതെന്തൊരു കോലം. ഇവൻ നമ്മക്ക് പണിയുണ്ടാക്കുമെന്നാണ് തോന്നണേ. കോളർ ശരിയാക്കുക. നീ എന്താടാ സിനിമയിൽ അഭിനയിക്കാൻ പാടാ? കോളേജില് കോളേജിൽ പോണത് നീയല്ലല്ല, മാളുവല്ലേ. അവ പോയി. മേലിൽ ഇതുപോലത്തെ പോക്കൃത്തരം കാണിച്ചോണ്ട് വരരുതും. പോയി ഡ്രൈവറെ കുപ്പായ ഒരു വരി വൃത്തികേട് കാണിക്കരുത്. ഇതെന്താ പ്രാന്തന്മാരുടെ വീടാ? ഓരോരുത്തർക്ക് ഓരോ വേഷം. 3 പേരും കൂടി ഒരുമിച്ച് കയറിയ ഞാൻ തുണിയില്ലാതെ വണ്ടി ഓടിക്കണം. അങ്ങനെ വരല്ലേ എന്ന് പ്രാർത്ഥിക്കാം. നിനക്കുള്ള വേഷം ഞാൻ എടുത്തോണ്ടിരാം. നീ ആരാടാ? ഡ്രൈവർ? ഡ്രൈവറാ? ആരോട് ചോദിച്ചിട്ടാടാ എന്റെ ഈ ഡ്രസ് എടുത്തിട്ടത്? ഈശ്വര വിളിച്ചിട്ട് പറഞ്ഞിട്ടാ അഴിക്കടാ. അയാൾ അങ്ങനെ പലതും പറഞ്ഞു നിൽക്കും. അതും കേട്ട് നീ തുള്ളാൻ നിന്നാലേ ഏത് നേരവും എന്റെ കൈ നിന്റെ പുറത്തായിരിക്കും. അഴിക്കടാ. ഇതും കൂടിയോ? അതും കൂടെ അങ്ങോട്ട് അഴിക്കടാ. മേലിൽ ഇത് ആവർത്തിച്ച പിന്നെ ആവർത്തിക്കാൻ നീ ഉണ്ടാവില്ല. ഓ, വേഗം കൊണ്ട് അഴിച്ചെടുക്കടാ. അഴിക്കടാ, അഴിക്ക്. ഇങ്ങോട്ട് അഴിച്ചെടുക്കടാ. എന്താണ് എത്ര താമസം? ഓടാ. തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എന്താണ്? ഓത്തളങ്ങ. ഏതാ ഈ വെളുത്ത വിശാശേ? സുന്ദരൻ. മുതലാളിമാരെ ബന്ധുവാ. ബന്ധുവാണെങ്കിൽ എന്തിനാ ഔട്ട് ഹൗസിൽ താമസിക്കുന്ന? വീട്ടിൽ താമസിച്ചൂടെ? കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവനാ. വേഗം ഡ്രസ് മാറാ. അയ്യോ, നേരം പോണു. നീ എന്താടാ സർക്കസ് കളിക്കണം? വലത് കാലം വെച്ച് കയറാൻ നോക്കിയതാ. വണ്ടി കയറാ. ഓ, എന്താടാ ചെവിയെ കൂലെ നിനക്ക്? വായിക്കടാ.
വായിക്കാനാടാ പറഞ്ഞേ? മുതലാളിമാർക്കെതിരെ നീയൊക്കെ ബോർഡ് എഴുതും. എന്റെ പൊന്നു ചേട്ടന്മാരെ, ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ പോലെ തൊഴിലാളിയാണ്. ഇന്ന് കാലത്ത് ചാർജ് എടുത്തോളൂ. ഇതെല്ലാം വെറും പടമാണ്, ഒന്നും തോന്നരുത്. എന്റെ വക ഒരു ചെറിയ സംഭവം. തിന്ന ചോറിന് നന്ദി പറടാ. അവരുടെ ഉപ്പും ചോറും തിന്നിട്ട് അവർക്കെതിരെ തെറി എഴുതി വെക്കുന്നു. പിരിഞ്ഞു പോണം. ചേട്ടമ്പോവയ്ക്ക് അനിയമ്പോവയ്ക്കെതിരെ ആരെങ്കിലും ഈ നാട്ടിൽ ശബ്ദിച്ചിട്ടുണ്ടോ? പിരിഞ്ഞു പോണ പോലെ. എവനാള് കൊള്ളാവല്ലടാ. അതിപ്പോ പുറത്ത് കാണിക്കണ്ട. കാണിച്ച അവൻ തലേ കയറിയിരുന്ന് തൂറും. ഈശ്വരപിള്ളേ, എന്തോ അവന് പറഞ്ഞതിൽ 100 രൂപ കൂടുതൽ ശമ്പളം കൊടുത്തേരെ. ഓ അയ്യോ ചേട്ടാ, അവിടെ എത്താൻ സമയമായി. വണ്ടി എടുക്കടാ. ഓ അമ്മോ, ആഹാ, ഇന്ന് വലിയ ചെത്തിലാണല്ലോ. ഞാൻ ആഘോഷിക്കുകയാണ്. ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് അമ്മുവിനറിയാമോ? ഞാൻ ആദ്യമായി അമ്മുവിനൊരു കത്ത് തന്നതിന് വല്യമ്മാവനും ചെറിയമ്മാവനും കൂടി എന്നെ തല്ലി ചതച്ചിട്ട് ഇന്ന് 1 വർഷം തികയാണ്. നമ്മുടെ അനുരാഗ നാളുകളിലെ ആ കരിദിനം നമുക്ക് ആഘോഷിക്കണ്ടേ അമ്മു? എന്താ അത് ആഘോഷിക്കുമ്പോഴും തല്ലു കൊള്ളണമെന്നുണ്ടോ? അന്ന് എന്നെ തല്ലി എന്ന് കരുതി ഇനി എന്നെ തല്ലാൻ അവർക്ക് ധൈര്യമുണ്ടാവില്ല. ആ, അത് ശരിയാ. ആ ഇനി തല്ലുകൊണ്ട ഇയാള് ചത്തു പോകുന്ന് അവർക്കറിയാം. അമ്മു, ഒന്ന് മനസ്സിലാക്കണം, ഞാൻ അമ്മുവിന് വേണ്ടി മാത്രം ജീവിക്കുന്നവനാണ്. അപ്പം ആളോ? അവളോടും താൻ ഇത് തന്നെയല്ലേ പറഞ്ഞത്? മാളു എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, പക്ഷെ പറയും. ഏ? അച്ഛനോടും ചെറിയച്ഛനോടും ഇന്ന് തന്നെ പറയും. കഴിഞ്ഞ കൊല്ലം എന്റെ വകയായിരുന്നെങ്കിൽ ഇക്കൊല്ലം മാളുവിന്റെ വകയാ തല്ല്. അമ്മു, ഞാൻ മാളുവിനോട് ഒരു തമാശ പറഞ്ഞതല്ലേ? യഥാർത്ഥത്തിൽ എനിക്കിഷ്ടം എന്റെ അമ്മുവിനെയാ. എന്നെ അങ്ങനെ ആരും ഇഷ്ടപ്പെടണ്ട. ദേ അവര് പോയിരിക്കുന്നതേ എനിക്ക് കല്യാണം ആലോചിക്കാനാ. ആ കല്യാണം നടക്കത്തില്ല. അല്ല, അത് ചൊവ്വാദോഷമുള്ള ഒരു പെണ്ണിനെ കിട്ടാൻ ഈ ഭൂമിയിൽ ആരാ തയ്യാറാവുക എന്ന് കരുതി അമ്മു വിഷമിക്കണ്ട. ഒരു ചൊവ്വാദോഷത്തെയും വകവയ്ക്കാതെ അമ്മുവിനെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് ദേ ഈ ചുവന്ന ഷർട്ടിനകത്തുണ്ട്. ഓർത്തോളൂ. പോയ കാര്യം എന്തായി? ഈ കല്യാണം ആരോ മുടക്കി. മുടക്കിയോ? ആരാ മുടക്കിയെന്ന് വല്ല സൂചനയും കിട്ടിയോ? ഇല്ല, ഏതോ തന്തയില്ലാത്തവനാണെന്നറിയാം. കണ്ടോ? എന്ത്? ആരെ കാണാനാ പോയത്? ഓ, അതോ കണ്ടു. ആളെങ്ങനെയുണ്ട്? കൊള്ളാം. കണ്ടാ തന്നെ പോലെ ഇരിക്കോ? ഏതാണ്ട്. തന്റെ ഉയരമുണ്ടോ? അല്പം കുറവാ. തന്റെ നിറമുണ്ടോ? അതും അല്പം കുറവാ. പിന്നെന്തിനാ തന്നെ പോലെ ഇരിക്കും പറഞ്ഞത്? എന്താണ് ഇവിടെ? ഏതാണ്ട് ഇയാളെ പോലെ ഇരിക്കും. അയ്യേ, എന്നാ എനിക്കെങ്ങും വേണ്ട. എന്താണ് തെണ്ടി നീ എന്നെ കുറിച്ച് അവളോട് പറഞ്ഞു കൊടുത്തത്? ദേഹത്തോട്ടാണ്ടല്ലോ ഇടിച്ച് ഇഞ്ച പരുവൊക്കെ ഞാൻ. നിന്റെ വേഷം കെട്ടലൊന്നും എന്റെ അടുത്ത് വേണ്ട. ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ല. മോന്ത കണ്ടില്ലോ, ഒരൊറ്റ പൊട്ടിക്കലെന്നുണ്ടല്ലോ. എടാ, നീ ആരോടാ കളിക്കുന്നത് നിനക്കറിയോ? ഒരു രാജവെമ്പാലയാ നീ നോച്ചു വിട്ടിരിക്കുന്നത്. ഓത്തോ, നിന്റെ ഇവിടത്തെ പണി ഞാൻ ഇന്നത്തോടെ നിർത്തി തരാടാ. ഇന്നത്തോടെ ഞാൻ നിർത്തി തരാടാ. നമ്മളെ ചതിക്കാൻ മാത്രം ചങ്കൂറ്റമുള്ളവർ ആരാണോ ഈ നാട്ടിലുള്ളത്? അവരാരായാലും ശരിയാ, ഒത്തി നുറുക്കും ഞാൻ. അങ്ങോട്ട് വോട്ട് ചെയ്യട്ടാ. ഇതല്ലെങ്കിൽ വേറെ 100 എണ്ണം വരും. എന്നാലും അവരുടെ മുമ്പിൽ നമ്മൾ ചതിയന്മാരായില്ലേ? ജാതകദോഷം ഒളിപ്പിക്കാൻ കള്ളജാതകം എഴുതിച്ചു എന്ന് വരെ പറഞ്ഞപ്പോ കയ്യും കിട്ടുമെന്ന് കേൾക്കേണ്ടി വന്നില്ലേ? ചതിച്ചവനെ പറ്റി ഏതാണ്ടൊരു സൂചന കിട്ടിയിട്ടുണ്ട്. പൊക്കം കുറഞ്ഞ് കറുത്തിട്ടാണത്രേ. മുഖത്തൊരു കള്ളദൃഷ്ടി ഉണ്ടെന്നാണ് കേട്ടത്. എന്താടാ? ഏയ്, ഒന്നുമില്ല. പിന്നെ എന്തിനാ ഇങ്ങോട്ട് എഴുന്നല്ലേ? ഇറങ്ങി പോടാ പോത്തെ. ഓ, ചേട്ടനും ഇവിടെ തന്നെ താമസം? അതെ. അപ്പോ കുടുംബമൊക്കെ? അങ്ങനെ ആരുമില്ല. ഞാൻ കല്യാണം കഴിച്ചിട്ടുമില്ല. ഓർമ്മ വെച്ച കാലം മുതല് ഞാൻ ഈ ബാവന്മാരുടെ കൂടെയാ. അതിപ്പോഴും തുടരുന്നു, ഒരു ഏകാംഗ നാടകം പോലെ. ഒരു കണക്കിന് ആരും ഇല്ലായിരിക്കുന്ന നല്ലത്. ആ, ഇല്ലാത്തവന് ഇല്ലാത്തതിന്റെ ദുഃഖം, ഉള്ളവനും ഉള്ളതിന്റെ വിഷമം. ആ, നിനക്ക് രാത്രിയിൽ എണീറ്റ് നടക്കുന്ന സ്വഭാവമൊന്നുമില്ലല്ലോ. എന്താ ഉണ്ടെങ്കിൽ പറയണം. എനിക്ക് എന്റെ മുറിയുടെ കഥ കൂട്ടിയിട്ടാണ്. എനിക്കങ്ങനെ യാതൊരു സ്വഭാവവും ഇല്ല. മൂടി പുതച്ച് ചുരുണ്ട് കൂടി കിടന്നാ പിന്നെ ഭൂകമ്പം ഉണ്ടായാലും അറിയില്ല. എന്നാ ഭൂകമ്പം ഉണ്ടാവുന്നതിന് മുമ്പ് കിടന്നോ. നേരത്തെ എണീക്കണം, കാറ് കഴുകിടണം കേട്ടോ. ഇനി സുഖമായിട്ടൊന്ന് ഉറങ്ങാം. കൃഷ്ണ അയ്യോ, പ്രേതം. ഇങ്ങനെ ചുരുണ്ടുകൂടി സുഖിച്ച് കിടക്കാന്ന് വിചാരിച്ചല്ലേ? എനിക്ക് വാടാ. എന്തിനാണ് നിന്നെ കാണാഞ്ഞിട്ട് മുതലാളിക്ക് ഉറക്കം വരണില്ലാന്ന്? വാടാ, നിന്നെ ഞാൻ ഉറക്കിത്തരാടാ. വാ അമ്മാവാ, ദൈവം പോകാന്ന് സമ്മതിച്ചു. കാര്യം പറഞ്ഞപ്പോ തന്നെ എണീറ്റിങ് ഓടിപ്പോന്നു അല്ലേ?
രാത്രി ഒറ്റയ്ക്കിരിക്കാൻ പേടിയണ്ട. അയ്യോ എനിക്ക് ഏയ് പേടിയോ? അതെന്താന്ന് പോലും ഇവന് അറിയത്തില്ല. ഭയങ്കര ആ ധൈര്യശാലി. ആൺകുട്ടികളായാലും അങ്ങനെ വേണം. ഇവ ഇതിനു മുമ്പും ചെമ്മീൻ കെട്ടിൽ കാവൽ കിടന്നിട്ടുണ്ട്. എങ്കി നന്നായി. ഈയിടെയായി ചെമ്മീൻകെട്ടില് രാത്രി കള്ളന്മാര് വന്ന് കോരുന്നുണ്ട്. അവന്മാരെ കൈ കിട്ടിയ കയ്യും കാലും തല്ലി ഒടിച്ചിങ്ങ് കൊണ്ടുപോര്. അതെ. നിനക്ക് ചെമ്മീൻകെട്ട് എവിടാന്നറിയാവാ? ഇല്ല, അറിയില്ല. അത് കുഴപ്പമില്ല, വഴി ഞാൻ കാണിച്ചു കൊടുക്കാം. വാ, ശരിയായ വഴി ഞാൻ കാണിച്ചു തരാം. വാ.